ഉഗാണ്ടയിൽ നിന്നെത്തിയ 28 വയസ്സുകാരിയായ യുവതിക്ക് എബോള രോഗലക്ഷണങ്ങൾ സംശയിച്ചതിനെ തുടർന്ന് ബംഗളൂരുവിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേരിയ ശരീരവേദന ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഇവരെ ഹോട്ടലിൽ നിന്ന് സർക്കാർ എപ്പിഡമിക് ഡിസീസ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. യുവതിയുടെ ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവായതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ എബോള സ്ഥിരീകരിച്ചിട്ടില്ല. ആഫ്രിക്കൻ രാജ്യമായ ഉഗാണ്ടയിൽ നിന്ന് അഹമ്മദാബാദ് വഴിയാണ് യുവതി ബംഗളൂരുവിലെത്തിയത്. എയർപോർട്ടിലെ പ്രാഥമിക സ്ക്രീനിങ്ങിൽ ഇവർക്ക് രോഗലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എബോള ബാധിത പ്രദേശത്തു നിന്നും എത്തിയതിനാൽ ജില്ലാ സർവൈലൻസ് ടീമും എയർപോർട്ട് ഹെൽത്ത് ഓഫീസർമാരും ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ബംഗളൂരുവിലെത്തി 24 മണിക്കൂറിന് ശേഷം യുവതിക്ക് നേരിയ ശരീരവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവരുടെ സ്രവ സാമ്പിളുകൾ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. നിലവിൽ യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യ ഫലം നെഗറ്റീവാണെങ്കിലും 48 മണിക്കൂർ നിരീക്ഷണത്തിനു ശേഷം വീണ്ടും ഒരു പരിശോധന കൂടി നടത്തും. 2 പരിശോധനകളും നെഗറ്റീവായാൽ മാത്രമേ ഇവരെ ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കർണാടക ആരോഗ്യ വകുപ്പ് മംഗളൂരുവിലും പ്രത്യേക ഐസൊലേഷൻ ക്വാറന്റൈൻ സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസസ് ഐസൊലേഷൻ സെന്ററായും എപ്പിഡമിക് ഡിസീസ് ഹോസ്പിറ്റൽ ക്വാറന്റൈൻ ആൻഡ് ട്രീറ്റ്മെന്റ് സെന്ററായും നിശ്ചയിച്ചു. ശ്രീനിവാസ് പോർട്ട് ഹോസ്പിറ്റൽ ക്വാറന്റൈൻ സെന്ററായും വെൻലോക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഐസൊലേഷൻ സെന്ററായും സജ്ജമാക്കിയിട്ടുണ്ട്. ഉഗാണ്ടയിലും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും എബോള പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ഇത് രാജ്യാന്തര തലത്തിലുള്ള പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയത്.